ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതി ആധാർ രേഖയായി അംഗീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. SIRൽ അഭിപ്രായങ്ങളും എതിർപ്പുകളും അറിയിക്കാനുള്ള സമയം നീട്ടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും ഇന്ന് കോടതി പരിഗണിക്കും. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്ന് കോടതി പരിഗണിക്കുക? ബൽറാം, ഉന്മേഷ്, രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കേസാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ളവർ നൽകിയ ഹർജി. ഇതിൽ പ്രധാനമായും കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ആധാർ ഒരു രേഖയായി ഉൾപ്പെടുത്തണം എന്ന കാര്യം സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിൽ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എന്നുള്ളത് ഇന്ന് അറിയാൻ കഴിയും. പ്രധാനമായും 11 രേഖകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ SIRനായി ബീഹാറിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൂടാതെ മറ്റൊരു അധിക രേഖയായാണ് ആധാർ കൂടി ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആധാർ ഒരു തിരിച്ചറിയൽ രേഖയായി, ഒരു പൗരത്വ രേഖയായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. എന്നാൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ സമീപനം മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാണോ എന്ന കാര്യം ഇന്ന് വ്യക്തമാകും. ഒപ്പം തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി നിശ്ചയിച്ചിരുന്ന സമയപരിധി നീട്ടണം എന്ന ഹർജികളും ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ ഈ സമയപരിധി കരട് വോട്ടർ പട്ടികയിൽ പിശകുകളുണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലും. എന്നാൽ നിരവധി വോട്ടർമാർ ഇപ്പോഴും വോട്ടർ പട്ടികയ്ക്ക് പുറത്താണ് എന്നും പരാതികൾ ഇവർക്ക് വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഇതിലൂടെ ഉണ്ടാകുമെന്ന കാര്യമാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിലും കോടതിയുടെ നിലപാട് ഇന്ന് വ്യക്തമാകും. സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. പ്രത്യേകിച്ചും രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കും എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാസം 10-ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം ചേരാനിരിക്കെയാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. ഉന്മേഷ്. ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.